പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് വെണ്ണിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം മലകുന്നത്താണ്. ഇന്ന് ഈ ക്ഷേത്രത്തിലെ മണ്ഡലം ചെറുപ്പ് അതിരോത്സവം നടക്കുകയാണ്. നമുക്കതിന്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. ഇതൊരു ഗ്രാമീണ മേഖലയായതുകൊണ്ട് ഗ്രാമീണ മേഖലയിൽ നിന്നും നമുക്ക് വലിയൊരു തുക സാമ്പത്തികമായി സഹായം ലഭിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്ന കാലം. ഇന്ന് അതിൽ നിന്നെല്ലാം മാറ്റമുണ്ടായി ഈ പ്രദേശത്തെ ശാസ്താവിന്റെയും ശ്രീരാമലക്ഷ്മണസ്വാമി ഭഗവാന്റെയും അനുഗ്രഹം കൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം പരിപാടി നടക്കുന്ന 10 വീടുകളിൽ നിന്ന് 3 വീടുകളിലെ കുട്ടികളെങ്കിലും വിദേശ രാജ്യങ്ങളിൽ പോയി പണം സമ്പാദിച്ച് കുടുംബത്തിന്റെ പശ്ചാത്തല സൗകര്യങ്ങൾ മാറ്റുന്നതോടൊപ്പം ഏത് വിശ്വാസത്തിലുള്ളവരാണെങ്കിലും ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും പൗരാണികമായ ഒരു വിശ്വസിക്ക് വേണ്ടി ആ ആരാധനാലയത്തിന്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി അതിനുവേണ്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അകമഴിഞ്ഞ സംഭാവനകൾ നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രതീകമായി നിലകൊള്ളുന്ന തൊട്ടടുത്തുള്ള ദേവസ്വം ഈ ക്ഷേത്ര പ്രദേശവും പ്രദേശവും ഒക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം. നമ്മുടെ ആ പരിസരങ്ങള് ഒരു പഠനങ്ങളുടെ തന്നെ സമുദായത്തിൽ ഇതെല്ലാം അത് മത്സ്യങ്ങളുടെ ഭാഗമായി കല്ലുകൾക്കാക്കി ഓഡിറ്റോറിയം നിർമ്മിച്ച് അവിടെ ഉത്സവങ്ങളും വിവാഹങ്ങളും ഒക്കെ നടത്തുന്നതിന് ആവശ്യമായ മണ്ഡപങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ മണ്ഡപം തന്നെ ഈ ക്ഷേത്രത്തിന്റെ പരിസ്ഥിതി എത്രമാത്രം മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കും. 10-15 വർഷങ്ങൾക്ക് മുമ്പുള്ള സ്ഥിതിവിശേഷമാണോ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതെല്ലാം ഈ ദേശവാസികളായ ഈ ക്ഷേത്രത്തെയും ശാസ്താവിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നതിന് വേണ്ടിയുമുള്ള സഹായങ്ങളുടെ ഭാഗമാണ്. ഇവിടെ ബഹുമാനായ പ്രവീൺ സൂചിപ്പിച്ചു, നമ്മുടെ മുമ്പിലിരിക്കുന്ന സ്ത്രീജനങ്ങള് ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് ആധുനിക സൗകര്യങ്ങൾ ഈ ക്ഷേത്രത്തിൽ വരുത്തുന്നതിന് വേണ്ടി സാമ്പത്തികമായി സ്വന്തം താലിമാല പോലും പണയം വെക്കുന്നതിന് വേണ്ടി വിശ്വാസത്തോടുകൂടി ക്ഷേത്ര ഭരണസമിതി ഏൽപ്പിച്ച സാഹചര്യത്തിൽ അതാണ് നമ്മുടെ ഐക്യമത്യത്തിന്റെ ഗുണം, അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗം. ആ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഏത് ആത്മീയ വിശ്വാസത്തിലാണെങ്കിലും ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചാൽ മാത്രമേ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വീടുകളിലും നമ്മുടെ മക്കളുടെയും ഒക്കെ നമുക്ക് ഐശ്വര്യം വീണ്ടെടുക്കാൻ കഴിയും. ആ ഐശ്വര്യമാണ് ഈ പ്രദേശത്തിന്റെ നീണ്ടു കാണുന്ന വളർച്ചയ്ക്ക് ഏറ്റവും നിദാനമായ കാര്യങ്ങളുമാണ്. ഇന്ന് ഈ ക്ഷേത്ര പരിസരത്തേക്ക് കടന്നു വരുന്നു ഞാനൊക്കെ അത്ഭുതപ്പെടുക. പല വിധത്തിലുള്ള ആ ദൃശ്യങ്ങള് കാണുമ്പോൾ ഓർമ്മയിൽ പോകുന്നു. അങ്ങനെ വലിയ മാറ്റത്തിലൂടെ ശാസ്ത്രവും ഇതിനെ നയിക്കുന്ന മുമ്പിലിരിക്കുന്ന നമ്മുടെ ഈ ക്ഷേത്രത്തെയും ശാസ്താവിന്റെ അനുഗ്രഹത്തെയും വിശ്വസിക്കുന്ന മകൾ വ്യക്തിത്വങ്ങൾ കൂടുതൽ സാമ്പത്തിക സഹായങ്ങൾ ചെയ്തുകൊണ്ട് കൂടുതൽ ഉന്നതിയിലേക്ക് ഈ ക്ഷേത്രവും ഈ ക്ഷേത്ര ഭരണസമിതിയുടെ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മഹനീയമായ ഈ ചടങ്ങില് വലിയൊരു ഭാഗ്യമായി ഞാൻ കാണുന്നു ഇന്നിവിടെ സംബന്ധിക്കുവാനും ഈ വർണ്ണ വെളിച്ചത്തിൽ നിങ്ങളോടൊപ്പം പങ്കാളികളാകുവാനും കഴിയും. അതുകൊണ്ട് ഞാനടക്കം ഈ ദേശ പ്രദേശങ്ങളിലെ നാനാജാതി മതസ്ഥർക്ക് വെണ്ണിമല ശ്രീരാമലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തോടും വെണ്ണിമല മലകുന്നം ശാസ്ത്ര ആ അഗൈതമായ ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. അതിന് എന്റെയും ചെറിയ പ്രവർത്തനങ്ങളും എളിമയായ ഇടപെടലുകളും ഉണ്ടാകുമെന്ന് ഈ ഭരണസമിതിയെ അറിയിച്ചുകൊണ്ട് ഈ മഹനീയമായ ചടങ്ങിൽ ആദ്യമായി ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് ലഭിച്ച ഊഷ്മളമായ വരവേൽപ്പിന് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട്
100 മടങ്ങായി അത് തിരിച്ചു വരുവാൻ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ശാസ്താനടയിൽ ഇതിന്റെ വികസന പ്രവർത്തനങ്ങളോട് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഭരണസമിതിയോട് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് ശ്രീ വിധുരാജിന് ക്ഷേത്ര സേവാ സമിതിയുടെ സ്നേഹോപകാരം സമർപ്പിക്കാനായി ക്ഷേത്ര സേവാ സമിതിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ കണ്ണം കെഎമ്മിനെ ക്ഷണിക്കുന്നു. സ്നേഹോപകാരം ഏറ്റുവാങ്ങാൻ പ്രിയപ്പെട്ട ശ്രീ വിധുരാജിനെ ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള സ്നേഹോപഹാരമാണ്. അത് സമർപ്പിക്കാനായി ക്ഷേത്ര സേവാ സമിതിയുടെ പ്രസിഡന്റ് ശ്രീ ദിലീപ് മോൻ വി.ഡി. ദിലീപ് പെട്ടെന്ന് പറഞ്ഞേ. സ്നേഹോപകാരമായിട്ട് ബഹുമാനപ്പെട്ട പുതുപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് സാബു പുതുപ്പറമ്പിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 2006 കാലഘട്ടങ്ങൾ മുതൽ ഒന്നുമില്ലായ്മയിൽ നിന്നും ഈ ക്ഷേത്രത്തിനെ ഈ ഒരു തരത്തിലേക്ക് എത്തിക്കാനായി അഹോരാത്രം പ്രയത്നിച്ച ഒരു വ്യക്തിത്വം, അദ്ദേഹത്തിന്റെ കാലടികളാണ് ഇപ്പോഴത്തെ സേവാ സമിതിക്ക് പിന്തുടർന്നു പോരുന്നത്. ആർക്കും 1000-ഉം 2000-ഉം ഒന്നും എടുത്തു തരാനായിട്ട് കഴിവില്ലാത്ത ഒരു ഹിന്ദു സമൂഹത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് മലകുന്നത്തപ്പന്റെ ശ്രീകോവില് അന്നത്തെ ഏറ്റവും ഭംഗിയായ രീതിയിൽ നിർമ്മിക്കാനായിട്ടും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാനുമായിട്ടൊക്കെ നേതൃത്വ നിലയിലുണ്ടായിരുന്ന നമ്മുടെ മുൻ ദേവസ്വം പ്രസിഡന്റും സെക്രട്ടറിയേക്കുമായിരുന്ന ശ്രീ AR ദേവകുമാറിനെ ക്ഷേത്ര സേവാ സമിതിയുടെ സ്നേഹോപഹാരം ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുന്നു. അത് നൽകാനായി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സാബു പുതുപ്പറമ്പിൽ ശ്രീ AR ദേവകുമാറിനെ വിനയത്തോടുകൂടി വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ ദേവചേട്ടൻ 2 വാക്ക് സംസാരിക്കുന്നു. എനിക്ക് എന്താ പറയണ്ടെന്ന് ഒന്നും അറിയത്തില്ല. കാരണം നമ്മള് കാഴ്ചത്തെ ഇട്ടുകൊണ്ട് നടക്കുന്ന സമയത്ത് തന്നെ മധുക്കുട്ട സാറിന്റെ കൂടെ കയ്യും പിടിച്ച് പിരിവിന് പോയ കഥകൾ തൊട്ടൊക്കെ ഉണ്ട്. എല്ലാവർക്കും അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. എന്തായാലും അന്ന് തൊട്ട് തുടങ്ങി 10-35 വർഷം ഈ ക്ഷേത്രത്തിന്റെ ഓരോ വളത്തിരിയിലും നമ്മുടെ വിയർപ്പും നമ്മുടെ എല്ലാം കേട്ടോ. എന്റെ കൂടെ എന്ന് പറഞ്ഞാൽ നമ്മളെ വിളിക്കുമ്പോൾ കൂടെ എത്തുന്ന നമ്മുടെ സഹപ്രവർത്തകനാണ് അതിന് ഏറ്റവും കൂടുതൽ ഊർജമായിട്ടുള്ളത്. കാരണം ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കത്തില്ല. പിരിവിന് പോകാൻ നോട്ടീസ് അടിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് വിതരണം ചെയ്യണമെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകരുടെ കൂടെ ഉണ്ടായിരിക്കണം. അപ്പൊ ഇതെല്ലാം ആ കൂട്ടായ്മയിൽ നിന്നാണ് ഇവിടെ ഉരുത്തിരിഞ്ഞത്. ഇന്ന് ഈ ക്ഷേത്രം എനിക്ക് തോന്നുന്നത് നമ്മുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ കലാപരിപാടികളും വേറൊരു രീതിയിലേക്ക് ഈ ക്ഷേത്രവും ഇതിന്റെ ആരാധനയും അല്ലെങ്കിൽ ഇവിടുത്തെ കലോപാസനകളും മാറിക്കൊണ്ടിരിക്കുന്നു
എന്നൊരു വസ്തുത നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം പ്രചോദനം ഈ നാട്ടിലെ, അതുപോലെ തന്നെ ഇപ്പം നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ശനീശ്വര പൂജ, അത് ഒരു കാലത്ത് തന്ത്രി അദ്ദേഹത്തോട് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നതാണ്. അദ്ദേഹം അത് നിരസിച്ചു. അതിനുശേഷം വീണ്ടും അദ്ദേഹത്തെ കണ്ട് അതിനുള്ള സാഹചര്യവും ഇവിടുത്തെ സാഹചര്യവും ഒക്കെ പറഞ്ഞ് അദ്ദേഹത്തിൽ നിന്ന് ആ അനുമതി നമുക്ക് കിട്ടുകയും അത് വളരെ ഭംഗിയായ രീതിയിൽ ശനിദോഷ നിവാരണാർത്ഥം ഈ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഈ ക്ഷേത്രത്തിലെ പണികളൊക്കെ ഏകദേശം തീരാറായി. നോക്കിക്കഴിഞ്ഞാൽ ഇനിയും ഉണ്ട് പണിയാനായിട്ട്. അപ്പൊ എന്തായാലും ഇനി മുന്നോട്ടുള്ള കാലങ്ങളിൽ എന്റെയൊക്കെ എല്ലാ പിന്തുണയും സ്നേഹവും കൂട്ടായ്മയൊക്കെ ഉണ്ടാവും. കാരണം എന്റെ ജോലിത്തിരക്കും ഒക്കെ കൊണ്ടാണ് അല്പസമയങ്ങളിലൊക്കെ മാറി നിൽക്കേണ്ടി വരുന്നത്. സ്വന്തമായിട്ട് ഓഫീസ് നടത്തുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. അപ്പൊ അവിടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും സ്റ്റാഫിന് പറഞ്ഞു കൊടുക്കാനൊക്കെ നമ്മുടെ ആവശ്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് കുറച്ച് നാളത്തേക്ക് നമ്മളിങ്ങനെ ഒന്ന് മാറി മാറി നിൽക്കുന്നത്. എങ്കിലും എല്ലാ കാര്യങ്ങളും ഇവരുമായിട്ട് കൂടിയാലോചിക്കുകയും അവരെന്റെ അടുത്ത് വന്ന് കൂടിയാലോചിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് പല കാര്യങ്ങളും നടത്തി വരുന്നത്. അത് അവർക്കുള്ള എല്ലാ ആർജവും അവർക്ക് ഉണ്ട്. എന്തായാലും ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ഇതുപോലെ കലാസന്ധികളും അതുപോലെ തന്നെ കുട്ടികളുടെ പരിപാടികളൊക്കെ വിജയിക്കട്ടെ. ക്ഷേത്രം ഒന്നിനൊന്ന് ഉയരത്തിലേക്ക് വരട്ടെ. കാരണം ഇവിടുത്തെ അയ്യപ്പനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാ പ്രസംഗത്തിലും പറയുന്നതാണ്, ശ്രീ ശബരിമല ധർമ്മശാസ്താവാണ് ഇവിടെ ഇരിക്കുന്നത്. അവിടെ പറയേണ്ട കാര്യങ്ങൾ ഇവിടെ പറഞ്ഞാൽ മതി, അപ്പൊ തന്നെ നമുക്കത് കിട്ടും. അതിന് യാതൊരു സംശയവുമില്ല, ആരോടും ചോദിക്കേണ്ടതില്ല. നമ്മുടെയൊക്കെ അനുഭവത്തിൽ നിന്ന്, പ്രത്യേകിച്ച് എന്റെ അനുഭവത്തിൽ നിന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് ഇവിടെ കിട്ടിയ ഈ ഉപകാരം ഞാൻ ഇന്നാട്ടിലെ ഇവിടുത്തെ ഭക്തജനങ്ങളുടെ മുമ്പിൽ ഞാനത് സമർപ്പിച്ചുകൊള്ളുന്നു. എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ ദേവരുടെ വാക്കുകൾക്ക് നന്ദി. അടുത്തതായി ക്ഷേത്രത്തിന്റെ 30 വർഷത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കുട്ടിയായിരിക്കുന്ന കാലം തൊട്ട് ഈ ക്ഷേത്രത്തിന്റെ ഓരോ സ്പന്ദനങ്ങളും മനസ്സിലാക്കി ഏതാണ്ട് 25 വർഷത്തോളമായി സംഘടനാ ചുമതലകൾ വഹിച്ചുകൊണ്ട് പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ദേവസ്വം പ്രസിഡന്റ് ശ്രീ ദിലീപ് മോൻ വീടി, കഴിഞ്ഞ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കറിയാം, ദിലീപ് മോൻ എന്ന് പറയുന്ന ആള് ഈ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഈ ക്ഷേത്രത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് നടത്തുന്നത് കൊണ്ടാണ് ഈ ഭംഗിയായി ഇത്രയും ഭഗവാന്റെ ഒരു അനുഗ്രഹത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. ആ പ്രസിഡന്റ് ദിലീപ് മോൻ വീഡിയെ ആദരവ് ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അത് നൽകുവാനായി പ്രിയപ്പെട്ട വിധുരാജിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. സ്വാമിയെ ശരണമയ്യപ്പ. അടുത്തതായി ക്ഷേത്രത്തിന്റെ മാനേജരായിട്ടുള്ള ശ്രീ MG രാമേന്ദ്രൻ നായരെ സ്നേഹോപകാരം ഏറ്റുവാങ്ങാനായി ക്ഷണിച്ചുകൊള്ളുന്നു. ബാബുചേട്ടനെ കൂടാതെ കഴിഞ്ഞ 20 വർഷത്തോളമായി നൽകാനായിട്ട് സ്നേഹോപകാരം നൽകാനായിട്ട് ദേവസ്വത്തിന്റെ സെക്രട്ടറി ശ്രീ പ്രവീൺ കുമാർ അയ്യർ, ശ്രീ MG രാമേന്ദ്രൻ നായർ ക്ഷേത്രത്തിന്റെ ഘടകം മുൻ ദേവസ്വം പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. വളരെ കാലം ക്ഷേത്രത്തിന്റെ സ്പന്ദനങ്ങളുടെ ഭാഗമായി നിന്ന ബാബുചേട്ടൻ, വിശേഷണങ്ങൾ ആവശ്യമില്ല, ബാബുചേട്ടനെ ക്ഷേത്ര സേവാ സമിതിയുടെ സെക്രട്ടറി ശ്രീ പ്രവീൺ കുമാർ അയ്യർ ആദരിക്കുന്നു. അടുത്തതായി കഴിഞ്ഞ 10 വർഷമായി ഈ ക്ഷേത്രത്തിന്റെ നിർണായകമായിട്ടുള്ള ഒരു വ്യക്തിത്വം, ക്ഷേത്രത്തിലെ ഘടകം കാര്യങ്ങൾ നിർവഹിക്കുന്ന ശ്രീ സുരേന്ദ്രൻ നടുവത്തുചിറ. സുരേന്ദ്രൻ ചേട്ടൻ
നമ്മുടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, ശാരീരികമായ പല പരിമിതികളും സുരേന്ദ്രൻ ചേട്ടനുണ്ട്. എങ്കിൽ കൂടി സുരേന്ദ്രൻ ചേട്ടൻ ഇല്ലാത്തൊരു ദിവസം മലകുന്നം ദേവസ്ഥയില് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കമ്മിറ്റിക്കാർക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. ഏറ്റവും ഭംഗിയായ രീതിയിൽ ആ കർത്തവ്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ സുരേന്ദ്രൻ നടുവത്തിച്ചിറയ്ക്ക് സ്നേഹോപഹാരം നൽകുന്നതിനായി ക്ഷേത്ര സേവാ സമിതിയുടെ സെക്രട്ടറി ശ്രീ പ്രവീൺ കുമാർ അയ്യർ, അടുത്തതായി നാൽപ്പത്തൊന്ന് വിളക്കിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ മുടക്കം കൂടാതെ ഭജന നടത്തിയ ആളുകൾക്കുള്ള ആദരവാണ്. ശ്രീമതി രാധമ്മ തമ്മി പരത്തൂർ, ശ്രീമതി രമണി ഗോപി വടക്കേക്കര, ശ്രീ മനീഷ് കട്ടത്തറ, ശ്രീ സച്ചു കടത്തിൽ, ശ്രീ ആനന്ദ് ബാലകൃഷ്ണൻ എന്നിവരെ ഈ സ്നേഹോപകാരം ഏറ്റുവാങ്ങാനായി ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട പ്രസിഡന്റും സാബു പുതുപ്പറമ്പിലും ക്ഷേത്ര സേവാ സമിതിയുടെ സെക്രട്ടറി പ്രവീൺ കുമാർ അയ്യാറും കൂടെ ചേർന്ന് അവരുടെ സ്നേഹോപകാരം നൽകുന്നതാണ്. സ്റ്റേജിൽ കയറി വരാൻ പറ്റത്തില്ലാത്ത ആൾക്കാർ താഴെ നിന്നാൽ മതി. പ്രവീൺ താഴെ. ശ്രീ മനീഷ് കട്ടത്തറ, സച്ചു, ആനന്ദ് ഉണ്ടെങ്കിൽ ഇവിടെ വരണം. ദിവസം മുടങ്ങാതെ ഭജന നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു യജ്ഞമാണ്. ശരിക്കും പറഞ്ഞാൽ പുതിയ തലമുറയിലെയും പഴയ തലമുറയിലെയും ആളുകളുടെ ഒരു കൂട്ടായ്മ കൊണ്ട് മാത്രമാണ് അത് സാധ്യമാകുന്നത്. ശ്രീ മനീഷ് കട്ടത്തറ, ശരണമയ്യപ്പ ദീപാരാധനയാണ്. സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ ദുഃഖം നമോ നമഃ. സ്വാമിയേ ഹരിഹരസുതനേ സത്യസ്വരൂപനേ ബ്രഹ്മമേ കാനനവാസനേ കലിയുഗവരദനേ കൽമഷനാശനനേ ശത്രുസംഹാരമൂർത്തിയേ സേവിപ്പവർക്കാനന്ദമൂർത്തിയേ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ഡ നായകനേ രാമേശ്വരം വാണ്ടി മലയാളം അടക്കിവാണിരിക്കും നമ്മുടെ ശബരിമല ധർമ്മശാസ്താവ് മലകുന്നത്ത് വാഴും ഹരിഹരസുതനാനന്ദ ചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പോ. അടുത്തതായി ക്ഷേത്രസേവാ സമിതിയുടെ സ്നേഹോപഹാരം ഏറ്റുവാങ്ങാനായി ഏത് അവസരത്തിലും നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാതെ കൂടി നമ്മുടെ ക്ഷേത്രത്തിലെ വാർത്തകൾ കവർ ചെയ്യാനായി വരുന്ന ശ്രീ വിനോദ് പുതുപ്പള്ളി ടുഡേയുടെ സാരഥി, അദ്ദേഹത്തിനെ ക്ഷേത്ര സേവാ സമിതിയുടെ സ്നേഹോപഹാരം ഏറ്റുവാങ്ങാനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
കുഴപ്പമില്ല. നമ്മുടെ സ്നേഹനിധിയായ വിദ്യുരാജ് ഒരു ഗാനം കൂടി നമുക്ക് വേണ്ടി ആലപിക്കുന്നതാണ്. ശ്രീ വിദ്യുരാജനെ ക്ഷണിച്ചുകൊണ്ട്. ഗുരുവായൂരേശം പ്രതിദിനമനു ചേത സ്മരഹരിപാദം പ്രേമാസുര പരിപൂർണമേ സ്വരഭാജനം കരുണാനിധേ സാധ്യം പരപരിണതാത്വം മമ ഹൃദയ ഭക്തി സ്വരനുതോസ്മി ഗുരുവായൂരേശം പ്രതിദിനമനു ചേത സ്മരഹരിപാദം Mother
ഒരിക്കൽ കൂടി എന്നെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിച്ച ക്ഷേത്ര കമ്മിറ്റിയോട് എല്ലാം നന്ദി അറിയിച്ചോളാം. താങ്ക് യു സോ മച്ച്. തിരുവാതിര കളി രാവിലെ മുതൽ നടന്ന 41 മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ആതിരോത്സവത്തിന്റെ വിജയം ഈ നാട്ടിലെ മലകുന്നത്തപ്പന്റെ ഭക്തജനങ്ങളാണ്. രാവിലെ മുതൽ നിറഞ്ഞ സദസ്സിന് ഈ പരിപാടി നടത്തുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ക്ഷേത്ര ഉപദേശക സമിതിയായി സഹകരിച്ച നമ്മുടെ ഭക്തജനങ്ങളുടെ ആവേഗമായ നന്ദി കടപ്പാട് അറിയിക്കുന്നു. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഇപ്പോൾ ആദ്യോത്സവ സമാപന തിരുവാതിരകളിൽ ശ്രീ പത്താം തിരുവാതിരകൾ സംഘം മത്സരം ദേവി വീണ
വളരെ മനോഹരമായി വേദിയിൽ തിരുവാതിരകളെ അവതരിപ്പിച്ച പനച്ചിക്കാട് ശ്രീപദ തിരുവാതിരകളി സംഘത്തിലെ അനുഗ്രഹീത കലാകാരികൾക്ക് മലകുന്നത്തപ്പന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. അവർക്കായി സമർപ്പിക്കുന്ന സർട്ടിഫിക്കറ്റും ഉപഹാരങ്ങളും സമർപ്പിക്കുന്നതിനായി മുൻ ക്ഷേത്രം പ്രസിഡന്റ് ദേവകുമാർ കെ.ആറിനെ ക്ഷണിക്കുന്നു. ഇത്രയധികം നന്നായി പെർഫോം ചെയ്ത ഇവർക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാം. വിനീത, അഞ്ജലി, കാവ്യ, ജയലക്ഷ്മി, ഗംഗ, ജാനകി, അനഘ, ജീഷ്മ. ക്ഷേത്ര സേവാ സമിതി ഇത്തരത്തിലുള്ള ഇവന്റുകൾ ചിന്തിക്കാൻ തുടങ്ങിയത് ചില വ്യക്തികളുടെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് വേണം എന്ന് പറയേണ്ടതുണ്ട്. അതിന്റെ പ്രമുഖനാണ് നമ്മുടെ പ്രിയപ്പെട്ട കണ്ണൻ കെ.എം. കട്ടത്തറ. കണ്ണൻ കെ.എം. കട്ടത്തറയ്ക്കുള്ള സ്നേഹോപഹാരം നൽകുന്നതിനായി ശ്രീ വിധുരാജിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ സ്നേഹോപഹാരം ഏറ്റുവാങ്ങാനായി കണ്ണൻ കെ.എം. കട്ടത്തറ അവർകളെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. സ്വാമിഷം. ഏറ്റവും നല്ല ശ്രീ വിധുരാജ് സ്നേഹോപകാരം സമർപ്പിക്കുന്നു. ശ്രീ കണ്ണൻ കെ.എമ്മിനെ ഈ സ്നേഹോപകാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. സ്റ്റേജിന്റെ പുറത്തുള്ള 2905 നമ്പറിലുള്ള ഓട്ടോറിക്ഷ ഒന്ന് മാറ്റി നൽകേണ്ടെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും വളരെ നല്ല ഒരു കയ്യടി കണ്ണന് കൊടുക്കണം. കുട്ടികളുടെ നിശ്ചയദാർഢ്യം കൊണ്ടുകൊണ്ട് മാത്രം നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഉടൻ തന്നെ ക്ഷേത്ര വേദിയിൽ വയലിൻ ട്യൂഷൻ മാസ്റ്റർ ഹരികൃഷ്ണൻ എം. ഭക്തൻ മകപ്പള്ളി നിങ്ങൾ എല്ലാവർക്കും
നേതൃത്വത്തിലുള്ള യൂത്ത് പൂർത്തിയാക്കിയ മറ്റു നിലപാടുകളെ അഭ്യർത്ഥിക്കുന്നു. മറ്റുള്ളൊരു വാക്ക് ഞാൻ നോക്കേ ചേട്ടാ പരിപാടി ആവശ്യം പറിച്ചോണ്ട് നോക്കണം, കറി വെക്കാം. ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പഴുത്ത് കിടപ്പുണ്ട്. ആ ശരിയാണ്. കഴിച്ചു ഇല്ലല്ലോ. ഇല്ല കഴിക്കാം. അതെ 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 ചെയ്യാനാണ്